ഒന്ന് കയറിയാൽ ഞാൻ കരയും. അതുകൊണ്ടാണ് ഞാനിത് കാണാൻ വരാത്തത്. പുത്തൻ വണ്ടികളൊക്കെ ഇങ്ങനെ നശിക്കുന്നത് കാണുമ്പോൾ ഇതുപോലെ 35-36 വണ്ടികൾ 10 വർഷമായി മഴയും വെയിലും കൊള്ളുകയാണ്. 20 കോടിയിൽ പരം രൂപയുടെ നഷ്ടം മൊത്തത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സർവീസുകൾ നടത്താൻ പറ്റിയില്ല, അതുകൊണ്ടുള്ള മാനസികമായ പ്രശ്നങ്ങൾ. അങ്ങനെ ഒരു നഷ്ടക്കണക്കെടുത്താൽ ഒരു ജീവിതം തന്നെ നഷ്ടപ്പെട്ടു എന്ന് പറയാം. ഒരു രീതിയിലും ഓടിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള വാശിയിലാണ് സർക്കാരും KSRTC. വേറെ ഏതൊരു സംസ്ഥാനത്തും ബിസിനസ് ചെയ്യുന്നതിന് ഒരു തടസ്സമില്ല. ഇപ്പോൾ തമിഴ്നാടായാലും കർണാടകമായാലും. പക്ഷേ ഇവിടുത്തെ ഒരു വ്യവസ്ഥ, നമുക്ക് 1 രൂപയും മുടക്കി ഒരു ജോലി അല്ലെങ്കിൽ ഒരു തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കേരളത്തിലുണ്ട്. എൻ്റെ പിതാവായിട്ട് തുടങ്ങി വെച്ച ഒരു വ്യവസായമാണ് സ്വകാര്യ ബസ് വ്യവസായം. എനിക്ക് വല്ലാത്തൊരു താല്പര്യം ഈ മേഖലയിലുള്ളതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഈ ഫീൽഡിലേക്ക് വരികയാണ്. നിർഭാഗ്യവശാൽ 2010-11 കാലയളവിൽ ഗവൺമെൻറ് ഈ 140 കിലോമീറ്ററിന് മുകളിലുള്ള പെർമിറ്റുകൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി അന്നത്തെ ഇരുന്ന ഗവൺമെൻറ്, എനിക്ക് മന്ത്രിയുടെ പേര് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, മാത്യു ടി തോമസ്, KSRTC MD ശ്രീ സെൻകുമാറുമാണ്. ഇവർ ചേർന്നിട്ട് 140 കിലോമീറ്ററിന് മുകളിൽ റൂട്ട് ലെങ്ത് ഉള്ള സ്വകാര്യ ബസ് പെർമിറ്റുകൾ KSRTCക്ക് വേണ്ടി ഏറ്റെടുക്കുന്നതിന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നോട്ടിഫിക്കേഷനും സ്കീമും കൊണ്ടുവരികയും UDFൻ്റെ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു, പക്ഷേ അതിനുശേഷം ഇത് പുറത്തു വന്നു. അങ്ങനെ ഞങ്ങൾ ആ നോട്ടിഫിക്കേഷനെതിരെ കേസിന് പോയി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഞങ്ങൾക്കെതിരായിട്ടുള്ള വിധിയാണ് ഉണ്ടായത്. ഞങ്ങൾ ഡിവിഷൻ ബെഞ്ചിൽ പോയി കേസ് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ജഡ്ജ്മെൻറ്റ് വരുന്നത്. അത് ഞങ്ങൾക്ക് പകുതി അനുകൂലവും പകുതി എതിരായിട്ടുള്ള ജഡ്ജ്മെൻറ്റാണ് കിട്ടിയത്. ഞങ്ങൾ സുപ്രീം കോടതി പറഞ്ഞു കേസിലുള്ള അനോമലി പരിഹരിക്കുന്നതിന് ഹൈക്കോടതിയിലേക്ക് പോകണം. കേസ് റിമാൻഡ് ചെയ്ത് ഹൈക്കോടതിയിൽ ഈ കേസ് വന്നു കഴിഞ്ഞ് ഞങ്ങൾ 13 വർഷം കൊണ്ട് കേസ് നടത്തുകയാണ്. ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഞാൻ കോടിക്കണക്കിന് രൂപ എൻ്റെ പിതാവും എൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് കോടിക്കണക്കിന് രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ KSRTC പറയാണ് നിങ്ങൾ മാറിക്കോളും, ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് 10, 40, 20, 25 വർഷങ്ങൾ ഓടിയ പെർമിറ്റുകൾ ഒരു സുപ്രഭാതത്തിൽ KSRTC അങ്ങ് ഏറ്റെടുക്കും. കേരളത്തിലെ മൊത്തം ഈ 140 മുകളിൽ വരുന്ന 250 പെർമിറ്റുകൾ KSRTC ഏറ്റെടുക്കും. നിങ്ങൾ KSRTCയുടെ ഒരു ഗ്രാഫ് 2014 ശേഷം നോക്കും. ഒരു കാരണവശാലും KSRTCക്ക് ഒരു ഗതി ഉണ്ടായിട്ടില്ല. എന്താ കാരണം? ഈ 250 പെർമിറ്റുകൾ ഏറ്റെടുത്തതും KSRTC വളരെ നഷ്ടത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം എന്താ? ഇത് സ്വകാര്യ മേഖലകളിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്ന വണ്ടികളാണ്. സ്വകാര്യ റൂട്ടുകൾ മാത്രം, അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ മാത്രം ഓടുന്ന റൂട്ടുകളിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ബസ്സുകളായതുകൊണ്ട് ആ റൂട്ടിൽ ഒരിക്കലും KSRTCക്ക് വന്ന് ഓപ്പറേറ്റ് ചെയ്ത് കളക്ഷൻ ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ സർവീസുകളെന്ന് പറഞ്ഞാൽ 10 മണിക്ക് ഒരു സ്റ്റാൻഡിൽ പാസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് 9:59 10 ആവില്ല. 10 മണിക്ക് ആ സ്റ്റാൻഡിൽ കയറിയില്ലെങ്കിൽ പിന്നെ എനിക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം സ്വകാര്യ ബസ്സുകൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സാക്ട് ടൈം കറക്റ്റ് വളരെ ടൈം കീപ്പ് ചെയ്താണ് സർവീസ് നടത്തിയിരുന്നത്. അതുകൊണ്ട് കണക്കനുസരിച്ച് KSRTCയുടെ നഷ്ടം ഈ 250 ബസ്സുകൾ ഏറ്റെടുത്തിട്ടാണ് എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു മൊട്ടുസൂചി വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞിന് നമ്മളൊരു സെറിലാക്ക് ആ ഇനത്തിൽ സർക്കാരിലേക്ക് കൊടുക്കുന്ന GST പോലുള്ള തുക, ആ തുക എടുത്താണ് KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്നൊരു സത്യാവസ്ഥ കേരളത്തിലെ ജനങ്ങൾക്കറിയില്ല. ഒരു മാസം 150 മുതൽ 200 കോടി രൂപ വരെ KSRTCക്ക് കൊടുക്കുക.